ഒരു 30 കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭയങ്കരമായിട്ട് തീരുമാനം എടുക്കും നമുക്ക് ഇങ്ങനെയൊക്കെ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ പിന്നെ സിംഗിൾ പസംഗേ എന്ന് പറഞ്ഞ് ജീവിച്ചാലോ എന്ന്. പക്ഷെ അപ്പോഴും നമ്മൾ മാറി ചിന്തിക്കാം എന്ന് തീരുമാനിച്ചത് എപ്പോഴായിരുന്നു? അല്ല, എന്റെ ഹാപ്പിനെസ് എന്നുള്ള സംഭവം ആയിരുന്നില്ല എന്റെ ക്രൈറ്റീരിയ. എനിക്ക് കാരണം ഞാൻ ഇത്രയും കാലം ആമ്പിള്ളേർ എത്രത്തോളം എനിക്ക് സുഹൃത്തുക്കളുണ്ടോ അത്രയും പെൺകുട്ടികൾ സുഹൃത്തുക്കളുള്ള ഒരു വ്യക്തിയാണ്. എനിക്കതിലൊരു ഹാപ്പിനെസ്സോ അവരെ ഡീൽ ചെയ്യുന്ന പോലെ പൊതുവേ എല്ലാവരും പറയുന്ന പോലെ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. രണ്ടുപേരും ഡീൽ ചെയ്യേണ്ട രണ്ട് രീതിയിലാണ്. പക്ഷെ എനിക്കതൊന്നൊരു ചാലഞ്ച് അല്ലെങ്കിൽ എന്റെ ഹാപ്പിനെസ്സിനെ ബാധിക്കുന്ന ഒന്നും ആയിരുന്നില്ല അത്. അപ്പൊ ഹാപ്പിനെസ് ആയിരുന്നില്ല ഞാൻ സിംഗിളായി നടക്കാനുള്ള. എന്റെ പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ ഞാൻ എന്നും ഈ പറഞ്ഞ പോലെ ഭ്രാന്തമായ സ്വപ്നങ്ങളുടെ പിന്നാലെയായിരുന്നു. ഞാൻ സ്വപ്നം കാണുന്നതിന്റെ 2% പോലും നടക്കുന്നില്ല. അതാണ് വേറൊരു പ്രശ്നം. അല്ല, അങ്ങനെയായിരുന്നു എന്റെ. കാരണം എനിക്കിപ്പോഴും എന്റെ സ്വപ്നങ്ങൾ ഹ്യൂജ് ആണ്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അഹങ്കാരം എന്ന് പറയും. അതുകൊണ്ട് ഞാനത് പുറത്തു പറയില്ല. പക്ഷേ ഇതാണ് എന്റെ ഒരു വൈബ്. കോവിഡിന്റെ ഒക്കെ ആ സമയം ആവുമ്പോഴാണ് ഞാൻ കോവിഡിന്റെ ഒരു കൊല്ലം മുമ്പൊക്കെയാണ് ഞാൻ പറഞ്ഞത് നമുക്ക് കല്യാണം ആലോചിച്ച് തുടങ്ങാമെന്ന്. അത് കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞിട്ടൊക്കെയാണ്. പക്ഷെ കല്യാണം ആലോചിച്ച് തുടങ്ങിയിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. എനിക്ക് ഇവര് വൈബ് സെറ്റ് ആവലല്ല, ഇതെങ്ങനെ സെലക്ട് ചെയ്യാന്ന് എനിക്ക് മനസ്സിലാവില്ല. വൈബ് സെറ്റ് ആവൽ പോട്ടെ. എനിക്ക് പ്രപ്പോസൽ വരുമ്പോ ഈ പ്രപ്പോസൽസ് എനിക്ക് വന്നിരുന്ന സമയത്ത് ഈ വരുന്ന ആളുടെ ഫോട്ടോ മാത്രമേ എനിക്കുള്ളൂ. ഈ വരുന്ന ആൾക്ക് എന്നെ കുറിച്ച്, എന്റെ ചിരി എങ്ങനെയാണ്, എന്റെ ഫാമിലി എങ്ങനെയാണ്, എനിക്ക് ഇഷ്ടമുള്ള കളർ ഏതാണ്, ഞാൻ പോയാൽ എങ്ങനെയാണ്, എന്റെ സുഹൃത്തുക്കൾ എങ്ങനെയാണ്, ഞാൻ എവിടെയൊക്കെ പോയിട്ടുണ്ട്, ഇതൊക്കെ യൂട്യൂബിലും പരിപാടികളും അല്ലേ. അവര് തുടങ്ങുന്നത് 100 ഞാൻ തുടങ്ങുന്നത് 1. അവർക്ക് എനിക്ക് പോലും അറിയാത്ത കാര്യങ്ങൾ അവർ പറയുന്നു. നിങ്ങളുടെ ഫേവറേറ്റ് കളർ ഇതല്ലേ? ഞാൻ ചോദിച്ചാ ആണോ? ആ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ആയിരുന്നു. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ കല്യാണ ആലോചനകളുടെ ഇടയിലേക്ക് എത്തുന്നത്.